ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെൻ്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിൻ്റെ GSTPയുടെ 35.5% വരും. ഇപ്പോൾ ഈ കടം കണക്കാക്കുന്നത് കടത്തിന് പരിധിയുള്ളതുകൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2ഉം ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81ആണ്. അപ്പോൾ കേരളത്തിൻ്റേത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിൻ്റെ പലിശ ചെലവ് വരുമാന ചെലവിൻ്റെ മൊത്തമുള്ള വരുമാനത്തിൻ്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നു, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവുക. വികസന ചെലവ് ആകെ ചെലവിൻ്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിൻ്റെ? അപ്പോൾ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, അത് മനസ്സിലായ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റത് നേരെ വേണ്ട 39.9 നമ്മുടെ ആകുമ്പോൾ 63.5 അവർ വികസന കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSTPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിൻ്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോൾ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പം നിലവിലുള്ള പ്ലാൻ. അതുപോലെ ഞങ്ങൾ ഗവൺമെൻറ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല. 15,000 കോടിയെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പോൾ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ, നികുതി വിഹിതം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടുമെന്ന്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റു ചില ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പം 35,000 കോടി രൂപയുടെ
പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെൻറ്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് നമ്മൾ. പ്ലാനിൻ്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണിത്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോൾ 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിൻ്റെ സ്പ്ലിറ്റപ്പാണ് അടുത്തത്. അപ്പോൾ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, പോയ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA DR കുടിശ്ശിക, DA ജീവനക്കാർക്കും DR പെൻഷൻകാർക്കും, സപ്ലൈകോ കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ശമ്പള കമ്മീഷൻ്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെൻറ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വയ്ക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെൻറ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്ന് ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കി വയ്ക്കും വേറെ. ഇതുകൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DARS 21,670, DR എന്ന് പറഞ്ഞാൽ പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DARS യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും കാസ്പ് മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC ST സ്കോളർഷിപ്പ് അരിയേഴ്സ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത്, 1,982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പോൾ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്നും പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 17, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പോൾ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാൻറ്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16-ന് 2,212 കോടിയായി. അപ്പോൾ ഈ പൈസ ഇപ്പോൾ വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എൻ്റെ വാതിൽ തുറന്നാൽ പലചരക്കടക്കാർ നിൽക്കുകയാണ്, പാലുകാർ നിൽക്കുകയാണ്, പത്രക്കാർ നിൽക്കുകയാണ്, മീൻ കൊണ്ടുവന്ന് ജയിച്ചു വരെ അവിടെ നിൽക്കുകയാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിൻ്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കി വെച്ചാൽ 3ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ?
സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. മൂന്നാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSൽ കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പം ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയാൽ 2024-25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തിൽ. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2212 കോടിയാണ്. അപ്പോൾ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പം നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 38,000 കോടിയായിട്ട് കാണിക്കുന്നത്. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ 24, 25, 23, 24 കുറവ് വന്നു. വലിയ തുക പ്ലാൻ സൈസിൽ ഇല്ലേ, കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ? കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിൻ്റെ പൈസ, ട്രാൻസ്പോർട്ടിൻ്റെ പൈസക്ക് ഇതിൻ്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നത്? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കിയത്. പിന്നെ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ വലിയ അന്തരമാണ്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം GSTP റേഷ്യോയിൽ 7.75 പക്ഷേ നാഷണൽ ആവറേജ് 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSTP അനുപാതത്തിൽ 6.41 ദേശീയ ശരാശരി 6.90 കുറവാണ്.